നമുക്കിപ്പം അതാ ശ്രീ PV അൻവർ നമുക്കിപ്പോൾ ഉണ്ട്. വന്നാട്ടെ, നമുക്ക് ഒരുമിച്ച് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ റിപ്പോർട്ടറിൻ്റെ ഇലക്ഷൻ ബസ്സിൽ നമ്മൾ ഈ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് ചില കാഴ്ചകൾ കാണാൻ കൂടി വേണ്ടിയാണ്. ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്ന എന്നാൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച ശ്രീ മിഥിലാജ് നമ്മളൊപ്പം ഉണ്ട്, മിനഹാജ് കൂടിയുണ്ട്. താങ്ക് യു, വെൽക്കം. അപ്പോൾ നമുക്ക് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് ഒന്ന് പോയാലോ? നല്ല കാഴ്ചകളല്ല ഞങ്ങൾ രാവിലെ പ്രേക്ഷകരെ കാണിക്കുന്നത്. പാലക്കാടിൻ്റെ വികസന മുരടിപ്പിലൂടെയാണ് നമ്മുടെ യാത്ര. നഗരഹൃദയത്തിലെ ടൗൺ ഹാള്, എയർ മേനൻ പാർക്ക്, വന്ന ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലാത്തത്, ഇൻഡോർ കം ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇപ്പോൾ കാണുന്ന ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം. പാലക്കാടിന് പരാതി പറയാനേ നേരമുള്ളൂ. പാലക്കാടിൻ്റെ ഒരു സ്വഭാവം നമ്മൾ മൊത്തത്തിൽ പറയുന്നത്, അതാത് മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ ഈച്ച് ആൻഡ് എവറി കോർണർ അവർ ശ്രദ്ധിക്കാതെ പോയാൽ മറ്റൊരു മണ്ഡലത്തിലെ MLA വന്നിട്ട് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യില്ലല്ലോ. അപ്പോൾ പിന്നോക്കാവസ്ഥയുടെ ഒരു പ്രധാന കാരണം, അതിപ്പോൾ എൻ്റെ മണ്ഡലത്തിലാണ്, എനിക്കാണ് ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ജനപ്രതിനിധികൾക്ക് മാറാൻ പറ്റില്ല. ചേലക്കരയിലൊക്കെ നമ്മൾ അതിനാൽ കണ്ട വളരെ എന്താ പറയുക ഓപ്പൺ ചിത്രമാണ്. ഈ നിലവിൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് BJP ജയിക്കരുത് എന്ന ഒരു രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയാണ് താങ്കളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത്. ഇന്ന് കൊട്ടിക്കലാശമാണ്. എന്താണ് സാധ്യത പാലക്കാട്? സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും UDFൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ BJPക്കെതിരെയുള്ള സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന ഉദ്ദേശത്തിലാണല്ലോ നമ്മൾ പിന്മാറിയത്. മിൻഹാജ് അടക്കമുള്ളവർ ഇപ്പോഴും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ കോൺഗ്രസിൻ്റെ മേൽത്തട്ടിൽ വലിയ ഓളങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അടിത്തട്ടിൽ അവരുടെ യോജിപ്പ് ഇപ്പോഴും പൂർത്തീകരിക്കാൻ ലീഡർഷിപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഒരു പ്രയാസം നമ്മളത് കാണുന്നുണ്ട്. ഇനിയും ഒരു എന്താ പറയുക 10-40 മണിക്കൂർ ബാക്കിയുണ്ട്. അത് പാച്ചപ്പ് ചെയ്യാൻ കോൺഗ്രസ് ലീഡർഷിപ്പ് നന്നായി മെനക്കെടണം. ഈ ഓളത്തിനോടൊപ്പം താഴേക്കടയിൽ നടക്കേണ്ട വർക്ക് നടക്കേണ്ടതുണ്ട്. അതിൽ ലീഡർഷിപ്പ് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ CPM ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൻ്റെ കയ്യിൽ കൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പാണക്കാട് തങ്ങൾക്കെതിരെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, ജമാഅത്തയുടെ അനുയായിയാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്. പാണക്കാട് തങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഇന്നോളം ഒരു മുഖ്യമന്ത്രിയും പറയാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. അതിൽ PK കുഞ്ഞാലിക്കുട്ടി ചരിത്രത്തിൽ ആദ്യമായി, ഒരുപക്ഷെ അടുത്ത കാലത്ത് പിണറായി വിജയനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. ഇന്നിപ്പോൾ അതിനെ വക്രീകരിച്ചു എന്നൊക്കെയാണ് AK ബാലൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് ഡാമേജ് ഉണ്ടാക്കില്ല LDFന്? അല്ല, അത് വലിയ രീതിയിലുള്ള ഡാമേജ് ഉണ്ടാക്കും. കാരണം ലീഗിനെ കുറിച്ച് പറഞ്ഞാൽ പോലും ആളുകൾ അതൊരു രാഷ്ട്രീയമായിട്ടേ കാണും. പക്ഷെ പാണക്കാട് തങ്ങൾമാർ വർഗീയവാദികളായി എന്ന് കൃത്യമായി മുഖ്യമന്ത്രി പറയുമ്പോൾ അത് വളരെ ഡാമേജിങ് ആണ്. അത് ഈ പറയുന്ന ഇവിടുത്തെ ഒരു RSSകാർ പോലും പാണക്കാട് തങ്ങന്മാർ ഈ പറയുന്ന വർഗീയവാദികളാണെന്ന് പറഞ്ഞാൽ അവരത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല. അപ്പം അത്തരത്തിൽ എന്താ പറയുക പിടുത്തം വിട്ടിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ടേ കാണാൻ പറ്റൂ. ഞാനതുകൊണ്ടാണ് പറയുന്നത്, അദ്ദേഹം മാറേണ്ട സമയം കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് ഒരു 10-75 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഈ ചെറിയ ഓർമ്മക്കുറവും ചെറിയ ബുദ്ധിഭ്രമമൊക്കെ ഉണ്ടാവും. നമ്മളതിനെ ചെന്നി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. ഇവിടെ എന്തെന്നറിയില്ല. സത്യത്തിൽ ആ തരത്തിലുള്ള ഒരു പ്രയാസത്തിൽ അദ്ദേഹം കടന്നിട്ടുണ്ട്. പാർട്ടി ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇനിയും ആ ഒരു രീതിയിൽ ഇദ്ദേഹത്തെ കൊണ്ട് തന്നെ ഇത് നിയന്ത്രിക്കാൻ തീരുമാനിച്ചാൽ സത്യത്തിൽ പാർട്ടി വലിയ അബദ്ധത്തിലേക്കാണ് പോകുന്നത്. നോക്കൂ ശ്രീ PV അൻവർ, സന്ദീപ് വാര്യർ വന്നത് ലീഗിലെ തന്നെ ചില ആളുകളിലെങ്കിലും ഒരു ആശയക്കുഴപ്പമായിരുന്നുവെങ്കിൽ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റോടു കൂടി അവർ തങ്ങൾക്ക് പിന്നിൽ, ലീഗിന് പിന്നിൽ ഉറച്ചു നിൽക്കും, രാഹുലിന് വേണ്ടി ഉറച്ചു നിൽക്കും. അല്ല, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഇവിടെ ഒരു വിഷയം വേറെ നിൽക്കുന്നുണ്ട്. സന്ദീപ് വാര്യർ സംബന്ധിച്ച് BJP വിട്ടുവന്നു, എല്ലാവരും സ്വാഗതം ചെയ്തു, നമുക്ക് അതിൽ സന്തോഷമുണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ഇത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് പാലക്കാട്, ചെറിയ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻകാല ചെയ്തികളിൽ നിന്ന് എനിക്ക് തെറ്റുപറ്റി, അദ്ദേഹം ഒരുപാട് ആളുകളെ വിഷം കുത്തി വെച്ചിട്ടുണ്ടല്ലോ. അവരോട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല. നിങ്ങൾ കറക്റ്റ് ചെയ്യണം, എനിക്ക് തെറ്റ് പറ്റിപ്പോയതാണ് എന്ന തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്താത്തോടത്തോളം കാലം അത് ഈ കമ്മ്യൂണിറ്റിയിൽ ചർച്ചയുണ്ട്. UDF അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. കാരണം അദ്ദേഹം മാത്രം വന്നാൽ പോരല്ലോ, അദ്ദേഹം ആയുധരാക്കിയ ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുണ്ട്. അവരുടെ മനസ്സിൽ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും പോയിട്ടില്ല. അവരോടത് തിരുത്താൻ അദ്ദേഹം എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിന് തെറ്റ് പറ്റിയെന്നും ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നതെന്നും എന്നാൽ വസ്തുതകൾ ഇതാണെന്നും അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ളവരോട് അദ്ദേഹം പറയണം.
അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ RSSൽ നിന്ന് പുറത്തു വന്നു എന്നുള്ളതാണ്. ശങ്കർ സിംഗ് വഗേല പോലും മുറിച്ചു കളഞ്ഞല്ലോ RSS ബന്ധം, അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ പ്രത്യയശാസ്ത്ര ബന്ധവും ഉപേക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എന്ന മാത്രം ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. മാപ്പ് പറഞ്ഞിട്ടില്ല. ആ വിഷയത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ള കാര്യം ഒന്ന് ഓപ്പണായിട്ട് ഓൺ ചെയ്തു. ഇല്ല, അവിടെയാണ് പ്രശ്നം. അതെന്തുകൊണ്ട് ചെയ്യാത്തത്? സ്വാഭാവികമായിട്ടും നമ്മളൊരു മാനസികമായ പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് വരുന്നതെങ്കിൽ ആദ്യം നമ്മൾ അതല്ലേ പറയാം. അതിലൊരു ആത്മാർത്ഥത കുറവ് മുസ്ലിം കമ്മ്യൂണിറ്റി കാണുന്നുണ്ട്. ആ അർത്ഥത്തിൽ KM മുരളീധരൻ്റെ നിലപാടാണോ കുറച്ചുകൂടി ഈ കോൺഗ്രസിലെ ഒരു സെക്യുലർ പൊസിഷൻ? അല്ല, തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത്. മുരളീധരൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് സെക്യുലറിസത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഒരു കോൺഗ്രസ് ലീഡറാണ്. ഇപ്പോൾ തൃശ്ശൂരിലേക്ക് തന്നെ അദ്ദേഹം വന്നത് എങ്ങനെയാണ്? ആ ഒരു സാക്രിഫൈസാണ്. എന്നിട്ട് അവിടെ ഉണ്ടായ അവസ്ഥകൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സന്ദീപ് വാര്യർ ഒരു ക്ലിയർ കട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈ സമൂഹത്തോട് നടത്തേണ്ടതുണ്ട്. അത് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പാലക്കാട് ഇന്നലെ ഇന്നൊക്കെ പാലക്കാടുണ്ട്, മലപ്പുറത്തെ #ടാഗ് ചെയ്ത് നടത്തിയ പ്രചരണമടക്കം. അതെ, തീർച്ചയായിട്ടും അത് വലിയ വിഷയമുണ്ട്. ഇപ്പോൾ മിൻഹാജ് ഉണ്ട്. മിൻഹാജ് ഇപ്പം എന്നോട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലരും വിഷമം പറയുന്നുണ്ട്. അൻവർക്ക് ഇങ്ങനെയും നമ്മൾ എന്ത് കണ്ടിട്ടാണ്, എന്ത് തീരുമാനമാണ് ഇവർ, അദ്ദേഹം ഒന്ന് മാപ്പ് പറയണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് എൻ്റെ അഭിപ്രായമല്ല, പാലക്കാടിലെ ജനതയുടെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ അത് തിരുത്തിക്കാൻ അടിയന്തരമായിട്ട് UDFൻ്റെ ലീഡർഷിപ്പ് അദ്ദേഹത്തോടൊരു ക്ലിയർ കട്ട്, ഓപ്പണായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിക്കാനുള്ള ശ്രമം നടത്തണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ എന്താ പറയുക, എനിക്ക് ഇവിടെ BJP പരാജയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു CPV അൻവർ. വളരെ ക്ലിയറായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. UDF സന്ദീപ് വാര്യരെ കൊണ്ടത് തിരുത്തി എന്നുള്ളത് പൊതുസമൂഹത്തെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ പറയിപ്പിക്കണം. അതല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോഴും അവർ അരക്ഷിതരാണ് എന്ന ബോധം, ഒപ്പം തന്നെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിൽ DMKയ്ക്ക് ഒരു കുറ്റബോധം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുതെന്നാണ് PV അൻവർ പറഞ്ഞതിൻ്റെ അർത്ഥം. താങ്ക് യു CPV അൻവർ.